ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സമയം ഇത്രയും ജപമാല നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ബ്രദറിനെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മകനെയും മകന്റെ കുടുംബത്തെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വലിയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്നതിനോട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന ഈശോ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കരുണാമയനായ കർത്താവ് അവിടുത്തെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു ചേർത്ത ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറയാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല മാലാഖ വൃന്ദങ്ങളും ഇവിടെ സന്നിഹിതരാണ്. നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്ത പൊന്നുതമ്പുരാന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു നിമിഷം ചിന്തിക്കണമേ, നമ്മളതിനൊക്കെ യോഗ്യരാണോ? ആ പൊന്നുതമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ ബാഹ്യമായ നേത്രങ്ങളൊക്കെ ഒന്ന് അടയ്ക്കും. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തുറന്നു വെക്കാം. പരിശുദ്ധനും പരിപാവനമായ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഈശോ എന്റെ അവസ്ഥ ഇതാണ് എന്ന് ഏറ്റു പറയാം. നമ്മുടെ എല്ലാ പാപത്തിന്റെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ വഴി, നമ്മുടെ മാതാപിതാക്കൾ വഴി, സഹോദരി സഹോദരന്മാർ വഴി, പൂർവികർ വഴി നമ്മളെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പാപത്തിന്റെ അവസ്ഥകളെയും നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. പരസ്പരം പ്രാർത്ഥിക്കുവാനും തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മളെയും നമ്മുടെ എല്ലാവരെയും, സഹോദരങ്ങളെയും, ലോകം മുഴുവൻ എല്ലാ മക്കളെയും, ഇപ്പോഴ് എഴുതി ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയുടെ കരുണ ഈ നിമിഷം നമ്മൾ വന്ന് നിറയട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 തിരുവചനങ്ങൾ പ്രകാരം കാണുന്നു: കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹവുമായി വലിയ കാരുണ്യത്തോടുകൂടി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനായി, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാനായി കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ സ്നേഹത്തിന്റെ നിറവ് നമുക്ക് ലഭിക്കുവാനായിട്ട്, വലിയ സ്പർശനം ഈ നിമിഷം ലഭിക്കുവാനായിട്ട്, വലിയ വിടുതൽ ലഭിക്കുവാനായിട്ട് കരുണയ്ക്ക് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിനോട്. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു. ഓ യേശുവേ, അവിടുത്തെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങൾ എത്തിക്കണമേ കർത്താവേ. അവിടുത്തെ ദിവ്യ സ്പർശനത്താൽ ഈ നിമിഷം ഞങ്ങളുടെ കഴിയണം യേശുവേ. അവിടുത്തെ ദിവ്യ രക്തത്താൽ കർത്താവ് ഈ നിമിഷം ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ. ചേർന്ന് പാടാ പാടാ. പ്രിയമുള്ളവരെ, നമ്മുടെ കരങ്ങളെ മാറോട് ചേർത്ത്
പ്രിയമുള്ളവരെ, തമ്പുരാന്റെ വലിയ സ്നേഹം കൊണ്ട് നമ്മൾ ഈ നിമിഷം അറിയണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. മക്കളെങ്കിൽ അവകാശികളുമാണ്. പ്രിയമുള്ളവരെ, മക്കളുടെ സ്ഥാനത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും ഉയർത്തുവാനാണ് പൊന്നു തമ്പുരാൻ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനെ നമുക്കായിട്ട് നൽകിയത്. റോമ 8:32 ഇപ്രകാരം കാണുന്നു: തന്റെ ഏകജാതനെ പോലെ ഒഴിവാക്കാതെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകജാതനായ ഈശോയെ നമുക്ക് വേണ്ടി ബലി കഴിക്കുവാൻ പിതാവ് വിട്ടുകൊടുത്തുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും നേടിയെടുക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടിയല്ല. ആ പൊന്നു തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് ഈ നിമിഷം ഏറ്റു പറയാം: എന്റെ അപ്പ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളോട് പറയുന്നു: പ്രിയപ്പെട്ട മകനെ, മകളെ, നീ എത്ര വലിയ പാപിയാണെങ്കിലും, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും, ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാകാം എന്നോട് ദൈവം ക്ഷമിക്കുകയില്ല എന്ന്. എന്നാല് പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട പുത്രനെ, ഏകജാതനെ പോലും നമുക്ക് വേണ്ടി നൽകിയവൻ നമ്മളെ ഓരോരുത്തരെയും എത്രമാത്രം വിലയുള്ളവരായിട്ടാണ് അവിടുന്ന് കാണുന്നത്. ആ തമ്പുരാന്റെ സന്നിധിയിൽ, എന്റെ പിതാവേ, പാപം ചെയ്തു പോയി, അങ്ങയുടെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ മാറോട് ചേർക്കുന്ന പിതാവ് അവിടുന്ന്. ആ പൊന്നു തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, ആ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുവാനായിട്ട്, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ, സമൃദ്ധമായി കുടിക്കട്ടെ എന്ന് അരുളിച്ചത് പൊന്നു തമ്പുരാന്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ നിമിഷം ചോദിക്കാം, യേശുവിന്റെ നാമത്തിൽ ചോദിക്കാം. യേശുവിന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ കരങ്ങളെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്ത് യേശുവിന്റെ ആത്മാവിനെ ഒരു നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കടന്നുവന്ന് അവിടുത്തെ പരിപെട്ട മക്കളെ ഒരു വിടുതലിന്റെ ശക്തിയായിട്ട് കടന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെടണം. ആത്മാവിന്റെ ശക്തി നമ്മളിൽ ആവസിക്കണം. അപ്പോഴേ ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. എളിമയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ, എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് ലഭിക്കുന്നു. ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും കടന്നു വന്നുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർക്കാൻ. പ്രിയമുള്ളവരെ, ഓരോ നിമിഷം അവിടെ നമ്മളെ പരിപാലിക്കുന്നു. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒരു നിമിഷം പോലും അവിടെ നമ്മളെ കൈവിടുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കഷ്ടതകളെല്ലാം നമ്മുടെ ഉപരി നന്മയ്ക്കായിട്ട് ഇവിടുന്ന് മാറ്റുന്നു. വചനം ഇപ്രകാരം പറയുന്നു:
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് സകലതും അവിടെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ, ഈ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ നന്മകളെയും ദൈവം അനുവദിച്ച കൊച്ചു കൊച്ചു ക്ലേശങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ സാധിക്കുന്ന കർത്താവിനെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ വിടുതലും സൗഖ്യവും ഈ നിമിഷം ലഭിക്കുവാനായിട്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കൈയടിച്ച് പാടാം നമുക്ക്. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം 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 ഹോശാന പാടിടാം 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 ഹല്ലേലൂയ പാടിടാം 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 ഹോശാന പാടിടാം കൈയടിച്ചു പാടിടാം കരങ്ങൾ വീശി പാടിടാം നൃത്തമാടി പാടിടാം സ്തോത്രഗീതം പാടിടാം കൈയടിച്ചു പാടിടാം കരങ്ങൾ വീശി പാടിടാം നൃത്തമാടി പാടിടാം സ്തോത്രഗീതം പാടിടാം 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 ഹോശാന പാടിടാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ ഇസ്രായേലിൻ നാഥന് ഹല്ലേലൂയ പാടിടാം അബ്രാഹാമിൻ നാഥന് ഹല്ലേലൂയ പാടിടാം ഇസ്രായേലിൻ നാഥന് ഹല്ലേലൂയ പാടിടാം അബ്രാഹാമിൻ നാഥന് ഹല്ലേലൂയ പാടിടാം ഇസ്ഹാക്കിൻ നാഥന് ഹല്ലേലൂയ പാടിടാം യാക്കോബിൻ നാഥന് ഹല്ലേലൂയ പാടിടാം ഇസ്ഹാക്കിൻ നാഥന് ഹല്ലേലൂയ പാടിടാം യാക്കോബിൻ നാഥന് ഹല്ലേലൂയ പാടിടാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം 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 ഹോശാന പാടിടാം 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 ഹല്ലേലൂയ പാടിടാം 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 ഹോശാന പാടിടാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കരങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം കർത്താവിനെ. ഹല്ലേലൂയ. യേശുവിനെ സ്തുതിക്കുന്നു കർത്താവേ. വലിയ വലിയ ശക്തിയായ കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ, നന്ദി, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.